ആർത്തവ വിരാമം ഒറ്റപ്പെടലല്ല, പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ്. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ആർത്തവ വിരാമം ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു എന്നാണ്. ശരീരത്തിലും മനസ്സിലും നടക്കുന്ന മാറ്റങ്ങൾ ഒരുപോലെയല്ല. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യപരമായി മുന്നോട്ടു പോകുക എന്നതാണ് മുഖ്യമായത്. ലോകത്തിൽ ആർത്തവ വിരാമത്തിന്റെ ശരാശരി പ്രായം 51 ആണെങ്കിൽ ഇന്ത്യയിൽ അത് 46 വയസ്സാണ്. അതായത് നമ്മുടെ സ്ത്രീകൾക്ക് ആരോഗ്യ ശ്രദ്ധ കുറച്ചു വർഷം മുമ്പേ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഹൃദ്രോഗ സാധ്യത കൂടുന്നു, ബോൺ ഡെൻസിറ്റി കുറയുന്നു, ഹോർമോണുകളുടെ അളവിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. ഇവയെല്ലാം ഒരുമിച്ച് സ്ത്രീയുടെ ശാരീരികവും മാനസികവുമായ നിലനിൽപ്പിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. ഇന്ത്യയിലെ ഭൂരിപക്ഷം സ്ത്രീകൾക്കും വൈറ്റമിൻ ഡി കുറവാണ്. പക്ഷേ ഈ ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ ഒരു വിലക്ക് പോലെയാണ്. ഒറ്റപ്പെട്ട ചില ആരോഗ്യ പ്രക്ഷേപണ പരിപാടികളിലോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ മാത്രമേ ഈ വിഷയത്തെ തുറന്നു വയ്ക്കാറുള്ളൂ. വീടിനകത്തും കുടുംബത്തിനകത്തും ഇതൊരു അനാവശ്യ വിഷയമാണ് എന്ന നിലയിലാണ് പലപ്പോഴും കണക്കാക്കപ്പെടുന്നത്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഘട്ടത്തിൽ സ്ത്രീകൾക്ക് ആത്മപരിശോധന ചെയ്യാനും പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാനുമുള്ള സമയമാണ്. അതിൻ്റെ ഭാഗമായി ശരിയായ പോഷകാഹാരവും വ്യായാമവും ഉറക്കവും ഉൾപ്പെടെയുള്ള ജീവിതശൈലി അനിവാര്യവുമാണ്. വൈദ്യ പരിശോധനകൾക്ക് മുൻഗണന നൽകണം. കാൽസ്യം, വിറ്റാമിൻ ഡി, ഒമേഗ 3, ആൻറ്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയ ഭക്ഷണം സ്വീകരിക്കണം. ആർത്തവ വിരാമം കൃത്യമായി മനസ്സിലാക്കാനും അതിനെ ആശയപരമായി പരസ്പരം പങ്കുവയ്ക്കാനും ശ്രമിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യവുമാണ്.